ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കുടുംബത്തിലെ 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തി ചെന്താമര എന്ന കൊലയാളി. ഇവനെയൊക്കെ തൂക്കിക്കൊല്ലല്ലേ വേണ്ടത്? എന്തിനാ ഇവനെയൊക്കെ തീറ്റിപ്പോറ്റി വീണ്ടും കൊല്ലാനായിട്ട് വിടുന്നത്? അമ്മയും അച്ഛനും നഷ്ടമായ അതുല്യയും അഖിലയും ഇന്നലെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സുധാകരന്റെ മക്കളുമായി പ്രിയ ഇളവിളി കേൾക്കാം. കുട്ടികളുടെ ഈ പൊള്ളുന്ന ചോദ്യങ്ങൾക്ക് കേരള പോലീസിന് എന്തുത്തരം നൽകാനുണ്ട്? വെറും സംശയത്തിന്റെ പേരിലുണ്ടായ വൈരാഗ്യവും പകയുമാണ് ഒരു കുടുംബത്തെ മുഴുവൻ ഇങ്ങനെ തന്നെ ഇല്ലാതാക്കിയത്. ഇപ്പോഴും ഇവർ പ്രതീക്ഷയിലാണ്. നിങ്ങളിപ്പോൾ എന്താണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്? അയാളെ കിട്ടിയിട്ട് കൊല്ലുക. എന്തിനാ ഇങ്ങനെയുള്ള ആൾക്കാരനെ വളർത്തി 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 കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. അമ്മ പോയി, അച്ഛനും പോയി. ഞങ്ങളിനി എവിടെ ഇരിക്കുക? ഞങ്ങൾക്കിനി ആരും ഉള്ളത്? എന്തുകൊണ്ട് പോലീസ് ആക്ഷൻ എടുത്തില്ല? ഞങ്ങളിനി എവിടെ പോയിരിക്കും? പോത്തുണ്ടെങ്കിൽ പോകാൻ പറ്റൂ? നിങ്ങൾക്കിനി ആരും ഉള്ളത്? പരാതി കൊടുത്തിരുന്നില്ലേ? പോലീസിൽ പരാതിയായിട്ട് തന്നെ എഴുതി കൊടുത്തിരുന്നു. എഴുതിയിട്ട് തന്നെ കൊടുത്ത് 29-ാം തീയതി എഴുതി. ആ SIന്റെ അവിടെ ഞങ്ങൾ പറഞ്ഞിതാക്കിയത്. 2 കൊല്ലം കൂടുമ്പോൾ പോലീസ് പറഞ്ഞിട്ട് അവർക്കും ഒന്നും അറിയണില്ലാണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കൊടുത്തതാണ്. എന്നിട്ടും അയാൾ എന്തെങ്ങനെ അവര് ഒന്നും നേരെ ഇതാക്കാത്തൊന്നും അറിയില്ല. നാട്ടുകാരും കുറെ ഇതാക്കിയിട്ടില്ല. അപ്പൊ അവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി കൂടെ? അയാൾ ആരുടെ അടുത്ത് ഒന്നുമേ സംസാരിക്കാണ്ട് ഇങ്ങനെ എല്ലാം ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പൊ പോലീസുകാരിങ്ങനെ ഭീഷണിപ്പെടുത്തുണ്ടോ, അയാളുടെ എന്തെങ്കിലും ആംഗ്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും കണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയുക? അയാൾ ഒന്നും മിണ്ടാതെ എല്ലാം അങ്ങനെ പെട്ടെന്ന് എന്താ അയാളുടെ മൈൻഡിൽ തോന്നണതൊക്കെ ചെയ്യാണ്. അച്ഛനും അച്ഛമ്മയൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നോ പേടിയുണ്ട് അവിടെ നിൽക്കാനൊക്കെ? അച്ഛമ്മയ്ക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ലോറി ഡ്രൈവർ ആയതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ എന്തെങ്കിലും ഞായറാഴ്ച വരും, തിങ്കളാഴ്ച പോകുക, അങ്ങനെയുള്ളത് കൊണ്ട് അത്ര ഇതില്ല. ഇനി എന്തിനാ മകളെ? കുഴപ്പമില്ല അച്ഛൻ, ഞാൻ ചോദിച്ചതാണ് അച്ഛൻ്റെ അടുത്ത്, അച്ഛൻ പേടിയുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല, എന്തിനാ കുഴപ്പമില്ല, ഇത്രയും വയസ്സായില്ലേ എന്നൊക്കെ പറഞ്ഞതാണ്. ഞങ്ങൾക്ക് ആകെ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനും പോയി. ഇനി ഞങ്ങൾക്ക് ആരും ഉള്ളത്? എന്തത്ര പക ഉണ്ടാവാൻ കാര്യം? അത് അയാൾക്ക് തന്നെ അറിയുള്ളൂ. ഇപ്പൊ അച്ഛൻ എന്ത് ചെയ്തെന്നേ അറിയില്ല. അമ്മ എന്ന് പറഞ്ഞ അവരുടെ പഞ്ചായത്ത് പണിയിൽ അമ്മയും പോയിട്ടുണ്ടായിരുന്നു. അവര് അതിൽ ADS ഒക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ രീതിയിൽ പഞ്ചായത്ത് പണിക്ക് പോകുമ്പോ സംസാരിക്കാന്നല്ലാണ്ട് വീട്ടിലൊന്നും അവരുമായിട്ട് അങ്ങോട്ട് പോവേ അവരിങ്ങോട്ട് വരിക ഒന്നുമേ ഉണ്ടായിരുന്നില്ല. എന്താ ഇത്ര പകാന്ന് എനിക്കും അറിയില്ല. അത് അയാളുടെ അടുത്ത് തന്നെ ചോദിക്കണം. പോലീസിൽ ഇപ്പൊ പ്രതീക്ഷയുണ്ടോ? ഇല്ല, പോലീസിനോട് ഒരു പ്രതീക്ഷയില്ല. എല്ലാം കൈവിട്ട് പോയി. ഇനി ഞങ്ങൾക്ക് പോലീസ് ഉണ്ടെങ്കിൽ അവിടേക്കാ പോവുക. ഇനി എവിടേക്ക് പോകുന്ന അറിയില്ല. അങ്ങോട്ട് പോവാറില്ല അല്ലെ? പോത്തുണ്ടിക്ക് പോവാറില്ല. അച്ഛൻ വരുമ്പോഴൊക്കെ അച്ഛൻ്റെ കൂടെ പോണത്. അയാൾ ഉള്ളത് കൊണ്ട് അത് പേടിച്ചിട്ടാണ് ഞാൻ ഈ ഞായറാഴ്ച പോവാതിരുന്നത്. പോയിട്ടെങ്കിലും ഞാനും ഇപ്പൊ അവിടെ കിടക്കണ്ടായിരുന്നു. ഈ കുട്ടികളുടെ ഈ ഒരു അടങ്ങാത്ത വേദനയ്ക്ക് മറുപടി പറയേണ്ടത് നമ്മുടെ പോലീസ് സംവിധാനമാണ്. കാരണം കൃത്യമായി പരാതി ലഭിച്ചപ്പോൾ അത് കൈകാര്യം ചെയ്യാതെ വെറും ഒരു താക്കീതിലൊതുക്കി പ്രതിയെ വിട്ടുകളയുന്ന ഒരു നിലപാടാണ് നെന്മാറ പോലീസ് സ്വീകരിക്കുകയും ചെയ്തത്. ആ കുട്ടികളുടെ ചോദ്യത്തിന് ആരാണ് ഉത്തരം പറയുക? ഞങ്ങളിനി എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഞങ്ങൾക്കിനി ആരാണുള്ളതെന്നുള്ളതാണ് അതുലയും അഖിലയും ചോദിക്കുന്നത്. അവരുടെ അമ്മയെ കൊന്നുകളഞ്ഞു, പിന്നീട് ഇപ്പോൾ അച്ഛൻ്റെ അമ്മ, അങ്ങനെ ആ കുടുംബത്തിലെ 3 പേരെ ഒരു കൊടും കുറ്റവാളി മനസ്സിൽ പക കൊണ്ട് വർഷങ്ങൾ നടന്ന് ഇല്ലാതാക്കി കളഞ്ഞു. ജനങ്ങളുടെ പണം കൊണ്ടാണ് ഇങ്ങനെയുള്ള ക്രിമിനലുകളെ ചിക്കനും മട്ടനും ബീഫും ഒക്കെ കൊടുത്താങ്ങാട്ട് തീറ്റി പറ്റുന്നത്. അവനൊക്കെ അവിടെ കിടന്ന് തിന്ന് കൊഴുക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ ഇറക്കി വിടും. ഇങ്ങനെയൊക്കെ പോണാണൊക്കെ നല്ല തിരിച്ചു വരുന്നത്. തടിച്ചു കൊടുത്താൽ വരുന്നത്. പോണതുവരെയും ബൂസാനൊക്കെ പോകും. വരുമ്പോൾ തടിച്ചു കൊടുത്തായിരിക്കുന്നത്. കണ്ടില്ലേ, ഓരോന്നും ഇറങ്ങുന്ന കണ്ടിട്ടില്ലേ? ഇതാണ് നമ്മുടെ നാട്ടിൽ നിയമം. ഇനിയെങ്കിലും ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തിക്കൂടെ? ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. ഇവനൊക്കെ ജയിലിൽ സുഖവാസം. മാറ്റം വരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു.